വിവർത്തനം എന്നുള്ളത് ഞാൻ കവിതകൾ അത്യാവശ്യം കുറേയൊക്കെ എഴുതിയിട്ടുണ്ട്. എന്നല്ലാതെ വിവർത്തനത്തിന് വേണ്ടി സത്യത്തിൽ ശ്രമിച്ചിരുന്നില്ല. ഒരു ദിവസം എൻ്റെ അടുത്ത സുഹൃത്ത്, ബാങ്കിൽ തന്നെ ഉദ്യോഗസ്ഥനായിരുന്ന ശ്രീ ജ്യോതി, അദ്ദേഹം റീജിയണൽ മാനേജറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ് എൻ്റെ കൂടെ തന്നെ. അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ വലിയ സൗഹൃദമാണെന്നുള്ളത് കൊണ്ട് ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിലെ പ്രസിദ്ധമായ ഒരു ഗീതം, അത് ഇംഗ്ലീഷിൽ ഉള്ളത് എനിക്ക് അയച്ചു തന്നു വാട്സപ്പിൽ. അപ്പോൾ വേർ ദ മൈൻഡ് ഈസ് ഫിയർലെസ് ആൻഡ് ഹെഡ് ഈസ് ഹെൽഡ് ഹൈ എന്ന് പറയുന്ന എല്ലാവരും പഠിച്ചിട്ടുള്ള, ഒരു പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളും പഠിച്ചിട്ടുണ്ടാവാം. ഗീതാഞ്ജലിയിലെ 1-2 ഗീതങ്ങളൊക്കെ പുസ്തകങ്ങളിൽ പലപ്പോഴായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള, നമ്മളോട് നേരിട്ട് സംസാരിക്കുകയാണ്. എങ്ങനെയാണ് ഒരു പ്രബുദ്ധത ഉണ്ടാവുന്നത്, എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഉദാത്തമായിട്ടുള്ള ഒരു ഭാവം മനസ്സിലുണ്ടാവുക, എങ്ങനെയാണ് പ്രബുദ്ധ മനസ്സ് സൂക്ഷിക്കാൻ കഴിയുക എന്ന് പറയുന്ന, അത് കോവിഡ് കാലത്താണ് അങ്ങനെ വന്നത്. അപ്പോൾ ധാരാളം സമയവും പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല, അവിടെ അകത്ത് തന്നെ അടഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ട് ഇത് കിട്ടിയപ്പോൾ ഞാനതിങ്ങനെ വായിച്ചു ഒരു 2-3 ആവർത്തി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഫീൽ ഉണ്ടായത്, ഇതേതായാലും ഒന്ന് വിവർത്തനം ചെയ്യണം. വെച്ചാൽ ഇത് എല്ലാ മനുഷ്യരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണെന്നുള്ളത്. അത് ഗീതാഞ്ജലിയിലെ ആണെന്ന് അപ്പോൾ എനിക്ക് അറിയാം, പക്ഷേ അതൊന്നും ഓർത്തില്ല. ആ 35ാമത്തെ ഗീതം മാത്രം വിവർത്തനം ചെയ്യണം എന്നുള്ളൊരു ധാരണയാണ് ഉണ്ടായത്. അപ്പോൾ അത് വിവർത്തനം ചെയ്തു. വിവർത്തനം ചെയ്തു കഴിഞ്ഞപ്പോൾ അത് വല്ലാത്ത ഒരനുഭവമായി. അത് തന്നെ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ആധുനിക ജീവിതത്തിൻ്റെ ഒരു അനാവശ്യമായിട്ടുള്ള ഉപോൽപ്പന്നമായിട്ട് നമ്മളുടെ മനസ്സിൽ നിറയുന്ന കുറേ മാലിന്യങ്ങളുണ്ട്. അതിനെതിരെ സ്വയമേവ പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു വാക്സിനായിട്ട് ഈ കവിത എനിക്ക് തോന്നി. നമ്മളെ അങ്ങോട്ട് ഇൻസുലേറ്റ് ചെയ്യുക. വാദമില്ലഹോ ദുഃഖം ബാധികയില്ല നൂനം എന്ന് പറയുന്നത് പോലെ ഒരു തരത്തിലുള്ള ഡിസ്റ്റോർഷൻസും വരില്ല. വളരെ ആനന്ദപ്രദമായിട്ട് ജീവിതം ആഘോഷപൂർണ്ണമാക്കി തീർക്കാൻ കഴിയുന്ന ഒരവസ്ഥ നമുക്ക് പ്രദാനം ചെയ്യാൻ നമ്മളെ സജ്ജരാക്കലാണ് ആ ഗീതത്തിലെ പൊരുൾ എന്ന് മനസ്സിലായി. അത് ഇങ്ങനെയായിരുന്നു. വിവർത്തനം ചെയ്തത് ജി ശങ്കർ കുറുപ്പ് ഒക്കെ അസാമാന്യ പാഠമുള്ള ആളാണ്, ജ്ഞാനപീഠം കിട്ടിയ ആളാണ്. നമ്മൾ ഒരുപാട് ഗീതങ്ങളൊക്കെ കവിതകളൊക്കെ അദ്ദേഹത്തിൻ്റെ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം വിവർത്തനം ചെയ്തപ്പോൾ ടാഗോർ ഇതിനെപ്പറ്റി വളരെ ഗൗരവമായിട്ടായിരുന്നു ചെയ്തിരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് ജനങ്ങളോട് പറയണം, അദ്ദേഹത്തിൻ്റെ ഒപ്പം ജീവിക്കുന്നവരും ഇനി ജീവിക്കാൻ പോകുന്നവരുമായിട്ടുള്ള മനുഷ്യ മനസാക്ഷിയുടെ നേരെ കൈകൂപ്പിയിട്ട് ഗീതങ്ങൾ കൊണ്ടുള്ള ഒരു അഞ്ജലിയായിട്ട് നിങ്ങൾ ഈ ചെറിയ ലോകത്തെ കുഞ്ഞു മനുഷ്യരായിട്ട് നിൽക്കാതെ അനുഭൂതികളുടെ ഒരു അത്ഭുത ലോകം അനുഭവിച്ചിട്ട് ആനന്ദകരമായിട്ടുള്ളൊരു ജീവിതം നയിക്കാൻ നിങ്ങൾ പ്രാപ്തരാവണം. അതിന് നിങ്ങൾക്ക് കഴിയും. അതെങ്ങനെ കഴിയും? ഈ അഹങ്കാരം ആനുപാതികമായിട്ട് മാത്രം നിലനിർത്തിയിട്ടേ കഴിയുള്ളൂ. നന്ദിയുള്ള ഒരു മനസ്സ് സൂക്ഷിക്കണം, നിരുപാധികമായ സ്നേഹം വേണം. ഇതൊക്കെ ഇതിൻ്റെ സന്ദേശമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് മലയാളികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ജി ശങ്കർ കുറുപ്പ് ചെയ്തപ്പോൾ സംസ്കൃത പദങ്ങൾ ഒരുപാട് ബാഹുല്യമുണ്ട്. അപ്പോൾ അത് മുഴുവൻ മനസ്സിലാക്കാൻ ശരാശരി മനസ്സിലാക്കുക. ബംഗാളിയിലാണെങ്കിൽ അദ്ദേഹം ചെയ്തേക്കുന്നത് വളരെ ലളിതമായിട്ട് ബംഗാളി ഭാഷയിൽ എഴുതിയിട്ടുണ്ട്. അത് തന്നെ രവീന്ദ്ര സംഗീതം എന്ന് പറഞ്ഞൊരു സംഗീത ശാഖ, ബാവുൽ സംഗീതം, നാടോടി സംഗീതമൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ നോട്ട്സും ഒക്കെ ചേർത്തിട്ടൊരു സംഗീത ശാഖ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ലളിതമായിരിക്കണം എന്ന് വിചാരിച്ചിട്ട് അത് വിവർത്തനം ചെയ്തപ്പോൾ അതിങ്ങനെയായിരുന്നു. പ്രബുദ്ധ ഹൃത്തിൻ പ്രേരണയാൽ ഉൾക്കരുത്തു കാണുവതെങ്ങോ, അറിവു നിറഞ്ഞു തെളിഞ്ഞു തുളുമ്പിട്ടൊഴുകി ചേരുവതെങ്ങോ, ചെറുമതിലുകളാൽ ഈ ലോകം ഉടഞ്ഞു പോകാത്തൊരിടം, സത്യത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുയരും വാക്കുകളെങ്ങോ, അശ്രാന്തശ്രമം ആത്മാവിനനുഭൂതിയിലെത്തുവതെങ്ങോ, യുക്തി തൻ തെളിനീരുറവകളൊഴുകി മൃത്യു നുകർന്നോരാചാരത്തിൻ
ദിക്കറിയാമരുവിൻ മണലിൽ വറ്റിയൊടുങ്ങാത്തിടമേതോ. ആത്മാവിന്റെ നയിപ്പൂ നീ അനുനിമിഷം വളരും ചിന്തയിലും കർമ്മങ്ങളിലും. അവിടേക്കാ സ്വാതന്ത്ര്യത്തിൻ സ്വർഗത്തിലേക്കെന്റെ പിതാവേ, എൻ പ്രിയ നാടൊന്നുണരട്ടെ, എൻ പ്രിയ നാടൊന്നുണരട്ടെ. എന്തൊരു അദമ്യമായ സ്നേഹമാണ്, നിരുപാധിക പ്രേമമാണ് നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരോട്. അവരുടെ ഈ സ്വാതന്ത്ര്യം, ഈ നിലയ്ക്കുള്ള പ്രബുദ്ധമായ ഒരു മനസ്സ്, ജീവിതത്തിൻ്റെ നിസ്സാരതയുടെ ഒരു നിലപാട് തറയിൽ നിന്നിട്ട് ഈ ജീവിതത്തെ നോക്കിക്കാണാനും സ്വാതന്ത്ര്യം ശരിയായ അർത്ഥത്തിലും വ്യാപ്തിയിലും മുഴുവനായിട്ട് അനുഭവിക്കാനും പ്രാപ്തരാക്കാൻ പറ്റുന്ന വിധത്തിലാണ് ആ ഗീതം നിന്നത്. അതുപോലെ തന്നെ പറയുന്നുണ്ട്, നമ്മൾ ഓരോ മനുഷ്യനും ജനിച്ച് ജീവിച്ച് വളർന്നു വരുന്നത് ഒരുപാട് ഔദാര്യങ്ങൾ കൊണ്ടാണെന്നും അനുനിമിഷം പ്രകൃതി നമ്മളുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങൾ, ഒരുപാട് സെല്ലുകൾ കൊഴിഞ്ഞു പോകുന്നു, പുതിയവ സൃഷ്ടിക്കുന്നു, നവചൈതന്യം നിറയ്ക്കുന്നു. നമ്മൾ കഴിക്കുന്ന ശ്വാസം, കുടിക്കുന്ന വെള്ളം, കഴിക്കുന്ന ഭക്ഷണം, കൂടെ നിൽക്കുന്ന മനുഷ്യരുടെ മുഖത്തുനിന്ന് കിട്ടുന്ന ചിരി, ഇതെല്ലാം സമൂഹത്തിൽ നിന്ന് നമ്മൾ കൈപ്പറ്റുന്ന ഔദാര്യങ്ങളാണെന്നും അതുകൊണ്ട് അഹങ്കാരം ആനുപാതികമായിട്ട് മാത്രമേ നിലനിർത്താവുള്ളൂ എന്നും നമ്മളെ ഉദ്ബോധിപ്പിക്കുന്ന ഒരുപാട് കവിതകൾ, അങ്ങനെ സജ്ജമാക്കാനുള്ള കവിതകളാണ് ഗീതാഞ്ജലിയിൽ ആദ്യം. ഈ പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവാൻ പാകത്തിന് നമ്മളെ പരുവപ്പെടുത്തുക എന്നുള്ളതും കൂടി അദ്ദേഹം ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് ആ വലിയ മഹാമനസ്കതയുടെ നോബൽ സമ്മാനം കിട്ടാൻ അർഹതപ്പെട്ട രീതിയിൽ വരുന്നത്. ഈ മനുഷ്യരാശിയോടുള്ള അദ്ദേഹത്തിൻ്റെ നിരുപാധികമായ പ്രണയം തന്നെയാണ്. അതിലൊരു ഗീതം കൂടെ ഞാനിപ്പോൾ പങ്കുവയ്ക്കാൻ നമുക്ക് വേണ്ടിയിട്ട്. അതെൻ്റെ ഒരു ഉത്തരവാദിത്വമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്കൊക്കെ ഈ പറയുന്ന ഒരു സാധ്യത തുറന്നു കൊടുക്കേണ്ടത് ഒരു സൗജന്യമല്ല, ഒരു ഉത്തരവാദിത്വമാണ്. നമ്മൾ ബുദ്ധിയുണ്ടെന്ന് അഭിമാനിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള മനുഷ്യരും കൂടെ എല്ലാവരും കൂടെ അവരുടെ ആ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് കൂടുതൽ മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് മാറ്റാൻ സഹായിക്കാൻ കഴിയേണ്ടത് ഓരോ പൗരൻ്റെ ഉത്തരവാദിത്വമാണെന്നുള്ളത് കൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഗീതം കൊണ്ട് പങ്കുവയ്ക്കാം. അതെങ്ങനെയാണ്? പാടാൻ വന്നൊരു ഗാനമേരേവരെ പാടാനായില്ലല്ലോ, ഞാൻ പാടാൻ വന്നൊരു ഗാനമിതേവരെ പാടാനായില്ലല്ലോ. തന്ത്രിയച്ചു മുറുക്കിയൻ ശ്രുതിയിൽ കാലം കൊഴിഞ്ഞു പോയി, പദങ്ങളൊന്നും അടുക്കിയില്ല, കാലവുമായില്ല, മോഹത്തിനൊരു വേദന മാത്രം എൻ ഹൃദയത്തിൽ വിങ്ങുന്നു. പൂവു ചിരിച്ചില്ലിവിടെ പൂക്കാലമുണർന്നില്ല, മൂളിപ്പാട്ടും പാടിയിട്ടൊരു തെന്നൽ ഇതുവഴി പോകുന്നു. തവ മുഖദർശനമുണ്ടായില്ല, നാദവുമറിയില്ല, മൃദുപദവിന്യാസങ്ങൾ കേൾക്കാറുണ്ടൻ വീടിനു മുന്നിലെ ഇടവഴിയിൽ. ശ്രമകരമായൊരു പകലങ്ങേക്കായി പായ വിരിച്ചു നടന്നു മറഞ്ഞു, വീട്ടിലേക്കു വിളിക്കാൻ വയ്യ, വിളക്കു കൊളുത്തിയിട്ടില്ല. അങ്ങയെ ഇതുവരെ കൺപാർക്കാൻ
എനിക്കായില്ലെന്നാലും എൻ വാഴ്വിന്നും തുടരുന്നു ഞാൻ കാണാമെന്നൻ മോഹത്താൽ ഞാൻ പാടാൻ വന്നൊരു ഗാനമീരേവരെ പാടാനായില്ലല്ലോ. പ്രപഞ്ചമാണ്, പ്രകൃതിയാണ് ടാഗോറിൻ്റെ ഈശ്വരൻ. അവിടുന്ന് പ്രകൃതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരുപാട് ഔദാര്യങ്ങളുടെ ഒരു അനന്തര ഫലമാണ് നമ്മൾ ഓരോരുത്തരും. ആ നിലയ്ക്ക് നമ്മൾ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു നമ്മളുടെ ചുറ്റുമുള്ള സമസ്ത ചരാചരങ്ങളോടും. അപ്പോൾ അവരോട് നമ്മൾ ഈ പറ്റിയിരിക്കുന്ന കടം വീട്ടാൻ ഉള്ള ശ്രമമായിരിക്കണം ഓരോ മനുഷ്യൻ്റെയും ജീവിതമെന്നും അതിന് തയ്യാറെടുക്കുക എന്നുള്ളതല്ലാതെ അതിൻ്റെ ആ ഒരു നിലയിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളൊരു ദുഃഖമാണ് ഇതിൽ പറഞ്ഞിരുന്നത്. വഴിയോരത്തു വെളിച്ചത്തെ പിന്തുടരും നിഴലുകളും വേനൽ കാഹളമോതി പെയ്യും മഴയും എൻ ഹൃദയത്തിൽ പെയ്തു നിറയ്ക്കുന്ന ആനന്ദോന്മാദം. വഴിയോരത്തു വെളിച്ചത്തെ പിന്തുടരും നിഴലുകളും വേനൽ കാഹളമോതി പെയ്യും മഴയും എൻ ഹൃദയത്തിൽ പെയ്തു നിറയ്ക്കുന്ന ആനന്ദോന്മാദം. അറിയാത്ത ആകാശങ്ങളിൽ നിന്നും ദൂതന്മാരെത്തുന്നു സന്ദേശങ്ങളുമായി. അഭിവാദ്യം ചെയ്തവരെന്നെ മറയും നീ വഴിയിൽ. എൻ മനമാഹ്ലാദിക്കുന്നുള്ളാലേ ഈ ചെറുകാറ്റിൻ ശ്വാസം മധുരം. എൻ മനമാഹ്ലാദിക്കുന്നുള്ളാലേ ഈ ചെറുകാറ്റിൻ ശ്വാസം മധുരം. പുലരി മുതൽ പകൽ മായും വരെയും ഞാനെൻ വാതിൽ പടിയിലിരിക്കും. പുലരി മുതൽ പകൽ മായും വരെയും ഞാനെൻ വാതിൽ പടിയിലിരിക്കും. ഉടനൊരു സുന്ദര സുരഭില നിമിഷം ഇവിടേക്കെത്തുമെനിക്കറിയാം. ഉടനൊരു സുന്ദര സുരഭില നിമിഷം ഇവിടേക്കെത്തുമെനിക്കറിയാം. പുഞ്ചിരി പൂണ്ടുടനെ ഞാൻ പാടും ആ കാറ്റിൽ നിറയുന്നപ്പോൾ വാഗ്ദാനത്തിൻ മോഹസുഗന്ധം. പുഞ്ചിരി പൂണ്ടുടനെ ഞാൻ പാടും ആ കാറ്റിൽ നിറയുന്നപ്പോൾ വാഗ്ദാനത്തിൻ മോഹസുഗന്ധം. വിവർത്തനം ഗീതാഞ്ജലിയെ കൂടാതെ വിവർത്തനം ചെയ്തേക്കുന്ന കവിതകളിലെ ഒരു കവിതയും കൂടെ ഞാൻ പങ്കുവയ്ക്കാം. അത് ഖലീൽ ജിബ്രാൻ്റെ ഫിയർ എന്ന ഒരു കവിതയാണ്. അതും ടാഗോറിൻ്റെ സമകാലീനനായിട്ടുള്ള ഖലീൽ ജിബ്രാൻ അവരുടെ ചിന്തകളിൽ ഒക്കെ ഉള്ള ഒരു സമാനത പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ പറയുന്നത് പോലെ മനുഷ്യനെ ജീവിതത്തിലെ കാഴ്ചപ്പാടുകളിലും ചിന്തകളിലും ഒക്കെ ഡിസ്റ്റോർഷൻസ് വരുന്ന ഭയം എന്ന് പറയുന്ന ഒരു വികാരത്തെ എങ്ങനെയാണ് നമ്മൾ നേരിടേണ്ടത് എന്ന് നമ്മളെ ഉണർത്തിക്കുന്നതായിട്ട് തോന്നിയത് കൊണ്ട് അതും കൂടെ ഞാൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതിൽ ഒരെണ്ണം അതാണ്. അത് ഞാനിവിടെ ഒന്ന് നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കാം. ആഴിയിലൊഴുകിച്ചേരും മുൻപൊരു പുഴ ഭയവിഹ്വലയാവാമത്രേ. ആഴിയിലൊഴുകിച്ചേരും മുൻപൊരു പുഴ ഭയവിഹ്വലയാവാമത്രേ. ഒഴുകിത്തീർന്നൊരു വഴി തെളിയുന്നു ഗിരിശൃംഗങ്ങളിൽ നിന്നും. നീണ്ടുവളഞ്ഞു പുളഞ്ഞു കുതിച്ച് നാടിനു നെടുകെ കാടിനു കുറുകെ
കൺമുന്നിലിതാ കരകാണാ കടൽ, ഒഴുകിയലിഞ്ഞ കടലിൽ കലരാം അവശേഷിക്കില്ലൽപ്പം പോലും. നീണ്ടുവളഞ്ഞു പുളഞ്ഞു കുതിച്ച് നാടിനു നെടുകെ കാടിനു കുറുകെ, കൺമുന്നിലിതാ കരകാണാ കടൽ, ഒഴുകിയലിഞ്ഞ കടലിൽ കലരാം അവശേഷിക്കില്ലൽപ്പം പോലും. പിന്നോട്ടൊഴുകാൻ കഴിയില്ലിപ്പോൾ, മുന്നിൽ മറ്റൊരു മാർഗവുമില്ല. കൊഴിഞ്ഞ കാലത്തിൻ വഴി തഴുതിട്ടു വാഴ്വിൽ തിരികെ നടക്കാൻ വയ്യ. പിന്നോട്ടൊഴുകാൻ കഴിയില്ലിപ്പോൾ, മുന്നിൽ മറ്റൊരു മാർഗവുമില്ല. കൊഴിഞ്ഞ കാലത്തിൻ വഴി തഴുതിട്ടു വാഴ്വിൽ തിരികെ നടക്കാൻ വയ്യ. കടലിൽ ചേരാൻ കരുത്തു വേണം, ഭയമപ്പോഴേ പറന്നകലൂ. പുഴയ്ക്കപ്പോഴേ തിരിച്ചറിവാകൂ, കടൽ പുഴകൾ തൻ ശവപ്പറമ്പല്ല. പുഴ കടലോളം വലുതാവുന്നിടം. കടലിൽ ചേരാൻ കരുത്തു വേണം, ഭയമപ്പോഴേ പറന്നകലൂ. പുഴയ്ക്കപ്പോഴേ തിരിച്ചറിവാകൂ, കടൽ പുഴകൾ തൻ ശവപ്പറമ്പല്ല. പുഴ കടലോളം വലുതാവുന്നിടം.